കേരള ബ്ലാസ്റ്റേഴ്സ് തുടർച്ചയായി രണ്ടാമത്തെ വിജയം നേടിയിരിക്കുന്നു. കൊച്ചിയിൽ ആരാധകർക്ക് മുന്നിൽ ഒന്നിനെതിരെ 2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയെ തോൽപ്പിച്ചത്. പകരക്കാരനായി ഇറങ്ങിയ ഉടനെ മാറ്റിയാസ് നേടിയ ഹെഡർ ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സിന് വിജയം സമ്മാനിച്ചത്. ആവേശകരമായ അങ്കത്തിൽ ഒന്നിനെതിരെ 2 ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് സ്വന്തം മൈതാനത്ത് വിജയം നേടിയത്. മത്സരം തുടങ്ങി 12-ാം മിനിറ്റിലാണ് ബ്ലാസ്റ്റേഴ്സ് ലീഡ് നേടിയത്. വിക്ടർ ബെർത്തോമിയാണ് ആ പന്ത് സ്കോർ ചെയ്തത്. കെവിയോക്ക് തൊടുത്തുവിട്ട ഷോട്ട് ഒഡീഷ താരത്തിന്റെ ദേഹത്ത് തട്ടി ബോക്സിന്റെ നടുവിൽ സ്ഥാനമുറപ്പിച്ച സ്പാനിഷ് താരം വിക്ടർ ബെർത്തോമിയിലേക്ക് എത്തുകയായിരുന്നു. ഒഡീഷ ഗോൾ കീപ്പർ അമരീന്ദറിനെ നിസ്സഹനാക്കി താരം പന്ത് വലയിലെത്തിച്ചു. എന്നാൽ 27-ാം മിനിറ്റിൽ റഹീം അലിയുടെ ആ സമനില ഗോളിലൂടെ ഒഡീഷ മത്സരത്തിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ മത്സരം ഇഞ്ചുറി ടൈമിന്റെ 4-ാം മിനിറ്റിലേക്ക് നീങ്ങുകയാണ്. ആ സമയത്ത് പകരക്കാരനായി വന്ന മാറ്റിയസ് ഹെർണാണ്ടസ് അവതരിക്കുന്നു. എബിൻദാസിന്റെ കോർണർ കിക്കിൽ തലവെച്ചാണ് സ്പാനിഷ് താരം ഗോൾ കണ്ടെത്തിയത്. പിന്നാലെ കെവിയോക്ക് ഒരു ഗോൾ കൂടി നേടിയെങ്കിലും ഓഫ്സൈഡ് വിധിക്കുകയായിരുന്നു. റഫറി ആ ഗോൾ പിൻവലിച്ചു. എന്തായാലും ആസ്ലി വെസ്റ്റ്വുഡ് വന്നതിനു ശേഷം വലിയ പുരോഗതിയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് കൈവരിച്ചിട്ടുള്ളത്. ഡേവിഡ് കാറ്റാലിയിൽ നിന്ന് പരിശീലക സ്ഥാനം ഏറ്റുവാങ്ങിയ ആസ്ലി വെസ്റ്റ്വുഡ് ശരിക്കും പറഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സിനെ രക്ഷിക്കുകയാണ്. ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് അയാളൊരു ഉറപ്പ് നൽകിയിരിക്കുന്നു. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ നിന്ന് ക്ലബ്ബ് തരം താഴ്ത്തപ്പെടില്ല എന്ന്. ഇംഗ്ലീഷ് പരിശീലകൻ ആ സ്ഥാനം ഏറ്റെടുത്തതിനു ശേഷം സീസണിലെ ആദ്യ വിജയം ഉൾപ്പെടെ 5 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റുകളാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നേടിക്കൊടുത്തത്. കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ 7 മത്സരങ്ങളിൽ നിന്നും നേടിയത് വെറും 1 പോയിന്റ് മാത്രമാണ്. എന്നാൽ അവസാന 5 മത്സരങ്ങളിൽ നിന്നും നേടാനായത് 11 പോയിന്റാണ്. ഒഡീഷയ്ക്കെതിരെയുള്ള വിജയത്തോടെ 10 മത്സരങ്ങളിൽ നിന്ന് 11 പോയിന്റുമായി കേരള ബ്ലാസ്റ്റേഴ്സ് പട്ടികയിൽ 11-ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. ഇതോടെ തുടക്കത്തിലെ തോൽവി പരമ്പരകളിൽ നിന്ന് ബ്ലാസ്റ്റേഴ്സ് മുക്തി നേടുകയാണ്. തോൽവി അറിയാതെ 4 മത്സരങ്ങളാണ് ടീം പൂർത്തിയാക്കിയത്. ഇന്ന് നേടിയത് 3-ാം വിജയമാണ്. 3 ജയവും 2 സമനിലകളുമായി 11 പോയിന്റോടെ പട്ടികയിൽ 9-ാം സ്ഥാനത്താണ് നിലവിൽ ബ്ലാസ്റ്റേഴ്സ്. മെയ് 10-ന് കൊച്ചിയിൽ മൊഹമ്മദൻസിനെതിരെയാണ് ടീമിന്റെ അടുത്ത മത്സരം. ആ മത്സരം ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാനാകുമോ? കാത്തിരുന്ന് കാണാം.